യൂറോ കപ്പ് ഫുട്ബോളിലെ ബാക്കിയുള്ള ഇനിയുള്ള മത്സരങ്ങൾ കാണാൻ പ്രേക്ഷകരുടെ എണ്ണം കുറയുമോ? കാരണം യൂറോ കപ്പിലെ ആതിഥേയരായ ജർമ്മനിയും പോർച്ചുഗലും പുറത്തായിരിക്കുകയാണ്. സ്വന്തം ടീമുകൾ പുറത്തായി കഴിഞ്ഞാൽ പിന്നെ മറ്റ് ടീമുകൾ കളിക്കുന്ന കളി കാണാൻ ആരാധകരുണ്ടാവുമോ എന്നുള്ള ചോദ്യവും വരുന്നു. പക്ഷേ ജർമ്മനിയിലെയും പോർച്ചുഗലിലെയും ഒക്കെ പ്രേക്ഷകർ എന്ന് പറയുന്നത് സ്വന്തം ടീമിന് വേണ്ടി മാത്രമല്ല, ഫുട്ബോളിനെ മൊത്തത്തിൽ സ്നേഹിക്കുന്നവരായതുകൊണ്ട് അത് തുടരുക തന്നെ ചെയ്യുമെന്നാണ് പറയേണ്ടത്. എന്തായാലും ജർമ്മനിയും പോർച്ചുഗലും പുറത്തായിരിക്കുന്നു. എക്സ്ട്രാ ടൈമിൽ നേടിയ ഗോളിലാണ് സ്പെയിൻ ജർമ്മനിയെ പരാജയപ്പെടുത്തിയത്. പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീണ്ട മത്സരത്തിൽ 5-3 പോർച്ചുഗലിനെതിരെ ഫ്രാൻസിന്റെ വിജയം. കരുത്തരുടെ പോരാട്ടത്തിൽ യൂറോ കപ്പിന്റെ സെമിഫൈനൽ മത്സരത്തിലേക്ക് ടിക്കറ്റ് ലഭിച്ചത് സ്പാനിഷ് പടയ്ക്കും ഫ്രഞ്ച് പടയ്ക്കും. ഗ്യാലറിയിലെ ആരവങ്ങളുടെ ഇണത്തിൽ ആതിഥേയരായ ജർമ്മനി കളിമെനഞ്ഞപ്പോൾ മികച്ച മുന്നേറ്റത്തിലൂടെ സ്പെയിനും തിരിച്ചടിച്ചു. എന്നാൽ ആദ്യ പകുതിയിൽ ഇരു ടീമുകൾക്കും ഗോൾ നേടാൻ സാധിച്ചില്ല. മത്സരത്തിന്റെ 51-ാം മിനിറ്റിൽ ഡാനി ഒൽമോയാണ് സ്പെയിനിനായി ലീഡെടുത്തത്. മത്സരത്തിൽ പിന്നിലായ ആതിഥേയർ ആക്രമണങ്ങൾക്ക് മൂർച്ച കൂട്ടിയെങ്കിലും ഗോളിലേക്കെത്താൻ സാധിച്ചില്ല. എന്നാൽ നിശ്ചിത സമയത്തിന്റെ അവസാന മിനിറ്റിൽ ഫ്ലോറിയൻ വിഡ്സ് ഗോൾ മടക്കി മത്സരം സമനിലയിലാക്കി. എക്സ്ട്രാ ടൈമിൽ വീണ്ടും മത്സരത്തിന് വാശി വർദ്ധിച്ചു. ഏറ്റവും ഒടുവിലായി ഗ്യാലറിയെ നിശബ്ദമാക്കിക്കൊണ്ട് മൈക്കിൾ മെറീനോ എതിർ ഗോൾ വല കുലുക്കിയതോടെ സ്വന്തം കാണികൾക്കു മുന്നിൽ ജർമ്മൻ പടയ്ക്ക് തങ്ങളുടെ പോരാട്ടം കിരീടത്തിന് 2 മത്സരം മുന്നേ അവസാനിപ്പിച്ച് മടങ്ങേണ്ടി വന്നു. മറ്റൊരു മത്സരത്തിൽ കിരീടമെന്ന സ്വപ്നം ബാക്കി വെച്ചാണ് റൊണാൾഡോ കളം വിട്ടത്. ഫ്രാൻസിനോട് പെനാൽറ്റി ഷൂട്ടൌട്ടിലായിരുന്നു പോർച്ചുഗലിന്റെ പരാജയം. സൂപ്പർ താരങ്ങൾ അണിനിരന്ന 2 ടീമുകൾ തമ്മിലുള്ള പോരാട്ടമാണെങ്കിലും മത്സരം മന്ദഗതിയിലായിരുന്നു. ഇരു ടീമുകൾക്കും ഗോൾ നേടാൻ സാധിക്കാതെ വന്നതോടെ മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക്. ആദ്യ 2 കിക്കുകളും ലക്ഷ്യത്തിലെത്തിക്കാൻ ഇരു ടീമുകൾക്കും സാധിച്ചു. എന്നാൽ പറങ്കിപ്പടയുടെ 3-ാം കിക്കെടുത്ത ജാവോ ഫെലിക്സിന് പിഴച്ചതോടെ പോർച്ചുഗലിന് മത്സരം കൈവിട്ടു. സെമിയിൽ സ്പെയിൻ ഫ്രാൻസിനെ നേരിടും. സ്പോർട്സ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.